പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹിൽ പാലസ് മ്യൂസിയമില്ലേ, അത് കുറേ നാളായി ഗൈസ് ഒന്ന് കാണണമെന്ന് വിചാരിക്കണം. അപ്പോൾ സമയം കിട്ടിയില്ല. അവിടെ കൂടി ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ നോക്കാം, അപ്പോൾ ഒന്ന് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പം ഇന്നാണ് അപ്പോൾ എനിക്ക് സമയം കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അപ്പം അവിടെ ചെന്ന് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഹിൽ പാലസ് മ്യൂസിയം എത്തി. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം. കോളേജിൽ പോകണം, എന്നിട്ട് അവർക്ക് എന്താ റെക്കോർഡ് നോക്കാം ഗൈസ് അതൊക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ അപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, സമയവും കാര്യങ്ങളും ടിക്കറ്റ്. അപ്പോൾ സമയമൊക്കെ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ ഗൈസ്, ടിക്കറ്റ് എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത്, അപ്പം 50 രൂപയാണ് ഒരാൾക്ക് ഫീ വന്നത്. മൊത്തത്തിൽ കാണാൻ 50 രൂപയുള്ളൂ. അപ്പം മൊബൈലിനൊക്കെ നമുക്ക് വേറെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ 10 രൂപ കൊടുക്കണം. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് നടക്കുന്നു ഗൈസ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. മൊത്തത്തിൽ കാണാൻ 50 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം അങ്ങോട്ടേ ഞാൻ നടക്കുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ ടിക്കറ്റ് കാണിക്കണം, നമ്മൾ എൻട്രി ചെയ്യാനെടുത്ത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് നമ്മൾ ക്യാമറയുടെയും നമ്മളുടെ ടിക്കറ്റും കാണിച്ചു തരുന്നത്. ഇപ്പോൾ കാണിച്ചു കൊടുത്തു പുള്ളിക്കാരന്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കണം ഗൈസ്. ഇത്ര താഴെ അതൊക്കെ ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യാനാണ്, ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് മണിച്ചിരി താഴൊക്കെ. അപ്പം ഇതൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് ചരിത്രവും കാര്യങ്ങളും എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അറിയാം മണിച്ചിത്രത്താഴ് സിനിമ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്, ഹിൽ പാലസ്. അങ്ങനെ ഒരു കേട്ടറിവുണ്ട്. കൂടുതലായിട്ട് ചരിത്രം കാര്യങ്ങളും എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. കുളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സിനിമയുടെ അകത്ത് ഈ ഒരു ഇതല്ലേ കാണിക്കുന്നത് ഗൈസ്, വന്ന് ഇതാണെന്ന് തോന്നുന്നല്ലേ ഒരു കുളം പോലെ കാണിക്കുന്നത്. നമുക്ക് ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കുട്ടികൾക്കൊക്കെ കളിക്കാൻ, പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഗൈസ് ഇതാണ് പാലസ് എത്തിക്കുന്ന ഗൈസ്. ഇതാണ് പാലസ് ഗൈസ്, കണ്ടില്ലേ. അപ്പം ഇവിടെ വെച്ചാൽ മറ്റേ സിനിമ ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് കയറി ഒന്ന് നോക്കാം ഗൈസ്. കൊള്ളാം സ്ഥലം, കണ്ടില്ലേ. അപ്പോൾ കയറി നോക്കട്ടെ ഗൈസ്. കുറച്ചുണ്ട് കേട്ടോ നടന്നൊക്കെ കാണാനായിട്ട്. പാൽസിൻ്റെ അങ്ങോട്ടൊന്ന് കയറി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് എൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ചെരുപ്പ് അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെരുപ്പൊന്നും കൊണ്ട് കൊടുത്തിട്ട് വരാം. ചെരുപ്പ് അയച്ചു വെച്ചിട്ട് വേണം അകത്ത് കയറാൻ. അപ്പോൾ ചെരുപ്പ് കൊണ്ട് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ കാലൊന്ന് അയച്ച് അങ്ങനെ നിൽക്കണം ഗൈസ്. ചിലപ്പോൾ കാലം വെച്ചാൽ നിൽക്കണം ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് പാലസ്, ഹിൽ പാലസ്. അപ്പോൾ നമുക്കൊന്ന് ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. നമുക്കൊന്ന് അകത്തൊക്കെ ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയാണ് ഗൈസ്, ഭാഗത്ത് കണ്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ മുകളിലോട്ട് കയറിയാണ് കേട്ടോ. അപ്പം മുകളിലോട്ട് ഓരോ പടികളോട് കയറി എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്, ഉണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് കഴിച്ചത്, എനിക്കറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് നേരത്തെ ഇങ്ങനെ വടക്കിന് വന്നപ്പോൾ എനിക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി പൊക്കത്തോട്ട് കയറി, കണ്ടില്ലേ. ഇതാണ് മറ്റേ ആ സിനിമയുടെ അകത്തൊക്കെ കാണിക്കണം ചില ഭാഗങ്ങളൊക്കെ ഇതാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. മണിച്ചിത്രത്താഴിൻ്റെ അകത്ത് മറ്റേ സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും ഇത് എവിടെ ഏത് ഭാഗമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗത്തോട്ടൊക്കെ കയറി നോക്കാം ഗൈസ്.
ഇവിടെ നിന്നാണ് മറ്റേ ശോഭന ഇങ്ങനെ മോഹൻലാൽ പോകുന്നിട്ട് മറ്റേ ക്ലൈമാക്സ് നോക്കിയല്ലേ ഇങ്ങനെ കാറിൻ്റെ അത് കയറി പോകുന്നിടത്ത് ആ ഒരു സീൻ ഇവിടെ നിന്നാണ് എനിക്ക് തോന്നണത്. ഇങ്ങനെ തലയിട്ട് നോക്കത്തില്ലേ ശോഭന ചേച്ചി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇതായിരിക്കും. സിനിമ കണ്ടാലേ കൂടുതലും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇത് മനസ്സിലാകത്തുള്ളൂ നമുക്ക്. അപ്പം ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ടെറസ് വരുന്നത്. അപ്പോൾ ടെറസിനുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ടെറസിനുള്ള വ്യൂ കണ്ടില്ലേ? കറക്റ്റ് കൊട്ടാരം ആണല്ലോ, കൊട്ടാരമാണല്ലോ, ഒരു പാൽസാണല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഇതൊക്കെ ഉണ്ടാവും. കൊട്ടാരമാണ്, കണ്ടില്ലേ? ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ? ചരിത്രപരമായ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്നവർക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടത് ഹിൽ പാലസ് മ്യൂസിയം. ചരിത്രങ്ങൾ കുറേ കിടക്കുന്ന, കൂടുതലും പറഞ്ഞില്ല ഞാൻ, ഇവിടെ വേണം ഞാൻ പറഞ്ഞ് ചളാക്കുന്നില്ല. അപ്പം വന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. 9 രൂപയുള്ളൂ വെറും ടിക്കറ്റ്. നമുക്ക് ഫുള്ള് നടന്ന് കാണാം. ഒരു വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ GPayയും കാര്യങ്ങളൊന്നുമില്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ കേട്ടോ എടുക്കത്തുള്ളൂ. അപ്പം വരാൻ അതായത് വരുന്നവർ ക്യാഷ് കൈ കരുതുക. പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എക്സ്ട്രാ നമ്മൾ 10 രൂപ കൊടുക്കണം. ഇവിടെ കയറുന്നതിന് 50 രൂപയുള്ളൂ ചാർജ് വന്നു ഫുള്ള് കാണുന്നതിന്. അപ്പം ഗൂഗിൾ പേ ഇല്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഗൂഗിൾ പേ ആയിട്ട് ആരും ഇവിടെ ഓടി വരണ്ട, ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. ഞാൻ ഗൂഗിൾ പേ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വന്നാൽ, പക്ഷേ പിന്നെ ക്യാഷ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ക്യാഷ് കൊടുത്തു. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഉള്ളിൽ പരന്നാകം വരുന്നത്. ആരുടെയൊക്കെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ? പണ്ടത്തെ ആരുടെയൊക്കെ ഗൈസ്, ആരാണെന്നൊക്കെ അറിയത്തില്ല, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിച്ചോ? ആണല്ലേ? അപ്പോൾ ഗൈസ് ഞാൻ ഇതേ കണ്ടൊക്കെ ഇറങ്ങി. അപ്പം അകത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി വീഡിയോ ഒക്കെ എടുക്കാം, അകത്തോട്ട് കയറി നമുക്ക് ഫോട്ടോസ് എടുക്കാൻ അനുമതി ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇത് കണ്ടൊക്കെ ഇറങ്ങി. അത്യാവശ്യം വന്ന് കാണേണ്ട സ്ഥലമാണ് ഗൈസ്, നമുക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. 50 രൂപയുള്ള ഒരു ടിക്കറ്റ്. അപ്പം ഇതിനോട് താല്പര്യമുള്ളതും താല്പര്യമില്ലാത്ത ആർക്കാലും ഒക്കെ ചെയ്യാം. പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നല്ലതല്ലേ, ഇതൊക്കെ കണ്ട് അങ്ങനെ വന്ന് കാണുക ഗൈസ്. നമുക്ക് കണ്ടൊക്കെ സാധനമൊക്കെ ഉണ്ട്, പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പണ്ട് കാലങ്ങളിൽ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ നടന്നു കാണുമല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നു. അതിലൂടെ നമ്മളിപ്പോൾ നടക്കുന്ന ആ ഒരു കൊട്ടാരത്തിൽ എന്തൊക്കെ നടന്നാണ് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതൊക്കെ ഒന്ന് കൊട്ടാരം ഇതൊക്കെ കണ്ട് നമ്മളൊന്ന് നടക്കുക, ഇങ്ങനെയൊക്കെ ചരിത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. കുറേ കാര്യങ്ങളവിടെ നമുക്ക് വായിച്ചെടുക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് വായിക്കാൻ സമയത്ത് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കാമെന്ന് കരുതി. കുറേ കാര്യങ്ങളവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, നമുക്ക് വായിച്ച് എന്താണ് എൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എല്ലാം വായിച്ച് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങണ ഗൈസ്, ഞാനെല്ലാം കയറി കണ്ട്. അപ്പോൾ ശരി ഗൈസ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ കാണാൻ മാത്രം മാനൊക്കെ ഉണ്ട് ഗൈസ്, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം കുറേ മാനുകൾ ഇതേ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടോ? ഇതിപ്പോൾ ഒരു പണി കാണിച്ചു തരാം. ഇപ്പോൾ ഇല കൊടുത്തപ്പോൾ ഇല കഴിച്ച് ഒരു ഇല കാണിച്ചു തരാൻ കൊടുത്ത്. പ്ലാവല്ലേ, ഈ ഇലയില്ലേ പ്ലാവല്ലേ, ഇത് ഇപ്പം കാണിച്ചു തരേ. അതിന് വേണ്ടി കാത്ത് നിൽക്കണം നോക്കിയേ ഒരാൾ. ഇത് കണ്ടോണേ, കേട്ടോ? ഇല കഴിക്കുക മാനൊക്കെ, കണ്ടില്ലേ? മറ്റേ ആടിനെ പോലെ ഇല പ്ലാവല്ല കഴിക്കുന്നു മാൻ. ഒന്നുകൂടി കാണിച്ചിട്ട് മാൻ, നല്ലൊരു ഇല തട്ടട്ടെ, നോക്കിക്കോണേ. കണ്ടില്ലേ, മാനാണത് ആടാണത്. ഇല കഴിക്കും എനിക്കറിയത്തില്ലേ, മാനൊക്കെ ഈ ഇല കഴിക്കൂ.
അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ മാനൊക്കെ ഇല കഴിക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെ ആടൊക്കെയല്ലേ കഴിക്കുന്നത്, ഒരു മടിയില്ലാതെ ഇലയൊക്കെ കഴിക്കുന്നത്. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ മൊത്തം മാനാണിത്, അവിടെ കിടക്കണ്ടില്ലേ, ഇത് ഇവിടെ മൊത്തം മാനാണ്, ഇഷ്ടം പോലെ മാനുണ്ട് ഇവിടെ, കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട് മാൻ. ഇപ്പം ഞാനിപ്പോൾ ഇല കൊടുത്തപ്പോൾ വന്ന് നിൽക്കുമോ ഇലക്കൊക്കെ വേണ്ടി. ഇതൊക്കെ കിടപ്പുണ്ട്, കണ്ടോ കണ്ടോ കണ്ടോ, പുള്ളിമാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇല കൊടുക്കാൻ നമ്മൾ വന്നു നോക്കി. ഈ വന്ന് നിൽക്കണ നോക്കി ഇല കൊടുക്കാൻ വേണ്ടി, കണ്ടില്ലേ ഇല തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വന്നാൽ കുറേ കാര്യങ്ങൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, എക്സ്പ്ലോർ ചെയ്യാം, കുറേ കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് പണ്ടത്തെ കാലത്തെ കുറേ കാര്യങ്ങളും ചരിത്രങ്ങളും കുറേ വായിച്ച് പഠിക്കാനും പഠിക്കാനുള്ള ചരിത്രങ്ങളൊക്കെ പഠിക്കാനുള്ള ബെസ്റ്റ് സ്ഥലം ഹിൽ പാലസ് മ്യൂസിയം. അപ്പം ഞാൻ വെറുതെ പറയണതല്ല, നമുക്ക് വന്നിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അടുത്തല്ലേ, നമ്മുടെ തൊട്ടടുത്തല്ലേ, അത്യാവശ്യം നമുക്ക് വന്ന് എല്ലാവർക്കും കൂടി വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് പോകാം. പഠിക്കണവർക്കായാലും എല്ലാവർക്കും പറ്റിയൊരു ഇതാണ്, ഒന്ന് കണ്ടിരിക്കണത് നല്ലതായിരിക്കും. എൻ്റെ ഒരു ഇത് നല്ലതായിരിക്കും, ഇത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത്, പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ ചരിത്രങ്ങളും പണ്ടത്തെ കൊട്ടാരം പുള്ളിക്കറിയും ഒക്കെ ഒന്ന്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും നിങ്ങളൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യം തന്നെ ഇതൊക്കെ. എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ പുറത്തിറങ്ങി നടക്കുവാണ്. അപ്പം ഇങ്ങോട്ടൊക്കെ മാനിനെയൊക്കെ കണ്ട് അങ്ങനെ നടക്കുന്നു. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ മാത്രം എനിക്ക് ഓർമ്മകൾ കഴിച്ചു. അപ്പം ബസ്സിൽ കയറിയതും ഒറ്റ ഉറക്കം ഉറങ്ങി. പിന്നെ വന്നത് വീട്ടിൽ വന്ന് പിന്നെ ചോറും കഴിച്ച് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടത് ഇപ്പം എണീറ്റുള്ള. അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം അടുത്തല്ലേ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി കണ്ട് നമുക്ക് നല്ല കാര്യം തന്നെ. അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ലോഗ് ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ലോഗുമായി കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ഗൈസ്.